ഹായ് ഗൈസ്. അപ്പോൾ ഇന്നും സ്റ്റോപ്പ് ലോസ് കിട്ടായില്ല, ടാർഗറ്റ് കിട്ടായില്ല. ഇന്നൊരു ചെറിയ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. 674 രൂപ പ്രോഫിറ്റ്. സോ രാവിലെ ഒരു മൂവ്മെൻറ്റ് തന്നു, പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഫുള്ള് ഒരു ഡെഡ് സൈഡ് വേസ് ആയിരുന്നു ബജാജ് ഫിനാൻസ്. അപ്പോൾ ഞാനിത് മൺഡേ എക്സ്പ്ലെയിൻ ചെയ്തൊരു പാറ്റേൺ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ മൺഡേ പറഞ്ഞതാണ്. സോ ആസ് എക്സ്പെക്റ്റഡ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ഷോട്ട് ചെയ്തു. നമുക്ക് ടാർഗറ്റ് മിസ്സായി, സ്റ്റോപ്പ് ലോസും മിസ്സായി. നമുക്ക് രണ്ടും ഹിറ്റ് ആവാതെ സൈഡ് വേസ് എക്സിറ്റ് ആവേണ്ടി വന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റീട്രേസ്മെൻറ്റ് ഇന്ന് സംഭവിച്ചു. ഇന്ന് രാവിലെ ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് സംഭവിച്ചു. അപ്പം ആ ഒരു ട്രെൻഡ് ലൈനിൽ റീട്രേസ് ചെയ്ത സമയത്ത് എനിക്കൊരു എൻട്രി കിട്ടിയില്ല. സോ നോർമലി എനിക്ക് അറ്റ്ലീസ്റ്റ് 2-3 റീസണെങ്കിലും വേണം ഒരു ട്രേഡ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു റീസണും കിട്ടിയില്ല. ഈ ഒരു പിൻ ബാർ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു പിൻ ബാർ ഒഴിച്ച് വേറെ ഒരു റീസണും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ റീട്രേസ്മെൻറ്റ് നടന്ന സമയം 9:30 ഞാൻ ഐഡിയലി 9:45 ശേഷമാണ് എൻട്രി എടുക്കുന്നത്. സോ ഞാൻ വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തു. നല്ലൊരു ചാൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് ഇതൊരു നല്ല എൻട്രി ചാൻസ് ആയിരുന്നു. നമുക്കൊരു റീട്രേസ്മെൻറ്റ് തന്നു, നല്ലൊരു ബെറ്റർ പ്രൈസ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നേ ഞാൻ എൻട്രി എടുത്തു. ഞാൻ എൻട്രി എടുത്തത് 12 മണിക്കാണ്. 11:56 എൻട്രി എടുത്തത്. ഷോർട്ട് ചെയ്തത് 7341 എക്സാക്ട്ലി ഈ ഒരു ലെവൽ തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ഇവിടെയാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ട്രേഡ് എടുത്തത്. ഞാൻ പലപ്പോഴും ബ്രേക്ക് ഔട്ടിന് മുന്നേ ആണ് എൻട്രി പ്രിഫർ ചെയ്യുന്നത്. സോ ബ്രേക്ക് ഔട്ടിന് മുന്നേ എൻട്രി എടുത്തു. ബ്രേക്ക് ഔട്ട് വന്നു, പക്ഷേ മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ 9:15 എക്സിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ ഒരിടത്തും എത്താത്ത ട്രേഡാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസും കിട്ടിയില്ല, ടാർഗറ്റ് കിട്ടായില്ല. അപ്പോൾ ഇന്ന് സിസ്റ്റം വർക്കൗട്ട് ആയില്ല. ഈ ആഴ്ച 3 ദിവസം ട്രേഡ് ചെയ്തതിൽ 2 ദിവസം പ്രോഫിറ്റും 1 ദിവസം ലോസുമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആയ സമയത്തും ടാർഗറ്റ് ഇട്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രേഡ് എൻ്റെ ടാർഗറ്റ് 90 പോയിൻറ്റ്സ് ആയിരുന്നു. 90 പോയിൻറ്റ്സ് ടാർഗറ്റ് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് 4000 രൂപ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ 4000 പ്രോഫിറ്റ് 2000 സ്റ്റോപ്പ് ലോസ് ആ ഒരു രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻസ്റ്റ് തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് 2000 ലോസ് വന്നേനെ. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടും സംഭവിച്ചില്ല. ഈ ആഴ്ച ഇതുവരെ എനിക്ക് സ്റ്റോപ്പ് ലോസും കിട്ടിയിട്ടില്ല, ടാർഗറ്റ് കിട്ടിയിട്ടില്ല. എല്ലാം സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച പ്രോബബ്ലി ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് രാവിലെ അത്യാവശ്യം നല്ലൊരു ബിഗ് മൂവ്മെൻറ്റാണ് ബജാജ് കാണിച്ചത്. അറൗണ്ട് 100 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് വേസ് ഒരു ഉച്ച വരെയുള്ളൊരു കൺസോൾട്ടേഷൻ, ഈ ഒരു പീരീഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ബിഗ് മൂവ്മെൻറ്റിൻ്റെ പ്രയർ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്, ഒരു കൺസോൾട്ടേഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് സംഭവിച്ചില്ല. ബ്രേക്ക് ഔട്ട് ആയപ്പോഴും ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആയിരുന്നു, പക്ഷേ എൻഡ് ചെയ്തത് സൈഡ് വേസ് ആയിട്ടാണ്. പക്ക സൈഡ് വേസ് ആയിരുന്നു. നമുക്ക് വലിയൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെയും അതേപോലെ ആയിരുന്നു, ഫുൾ സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ബജാജ് ഫിനാൻസ് ഈ ആഴ്ച മൊത്തം സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ട്രേഡ് ഈ ആഴ്ച കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. നമുക്ക് എന്തായാലും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ കൂടി ഈ മാസവും ഈ ആഴ്ചയും നമ്മൾ എൻഡ് ചെയ്തത് പ്രോഫിറ്റിലാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും ഹോളിഡേ ആണ്. അപ്പോൾ ട്രേഡിങ് ഇനി അടുത്ത മൺഡേ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീക്കെൻഡിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ വീക്കെൻഡ് തന്നെ ഉണ്ടാവും ആ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും അതിന് സ്റ്റേ ട്യൂൺ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ സമയപരിധി കാരണമാണ് ചെയ്യാത്തത്. അപ്പോൾ ഈ ആഴ്ച എന്തായാലും നമുക്കത് ചെയ്യാം. ഒരു ഫോഴ്സ് ബ്രേക്ക് ഔട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നായിരിക്കും ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. ഈ വീക്കെൻഡിൽ തന്നെ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.